എന്താ വേലു, നിന്റെ ആളുകളെല്ലാം റെഡിയല്ലേ? എല്ലാം റെഡി സാർ, അതാത് സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമല്ലോ? സാർ എന്നെ പറ്റി ശരിയായിട്ട് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. ഇവന്മാരിന് രാഷ്ട്രീയമെന്നും കക്ഷിയെന്നും പറഞ്ഞ് യാതൊരു സമ്മേളനവും നടത്തരുത്. അത് ഞാൻ ഏറ്റു. അപ്പോഴേ കല്ലേറോ സോഡാ കുപ്പിയോ അതോ കൈപാമ്പോ ഏത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഓരോന്നിനും റേറ്റ് പ്രത്യേകമാണ്. എന്ത് റേറ്റ് ആയാലും ഞാൻ തരില്ലേ. ആദ്യം കാര്യം നടക്കട്ടെ. ആട്ടെ, കക്ഷിയാരാ? താൻ അത് അറിയണോ വേലു? അത് ശരിയാ. എനിക്ക് ജാതിയോ മതമോ കക്ഷിയോ ഒന്നുമില്ല. പണം ആര് തരുന്നോ അവരാണ് എന്റെ കക്ഷി. സാറ് നോക്കിക്കോ. അവന്മാരുടെ ഒരു മീറ്റിംഗ്. ചേട്ടാ എന്റെ നാട്ടിൽ അവസന്മാരും ആസന്മാരുമായ തൊഴിലാളികളും ഒറ്റക്കെട്ടായി സംഘടിച്ചു കഴിഞ്ഞു. വെടിയുണ്ടകൾക്ക് നേരെ വിരിമാറ് കാട്ടാൻ തന്നെയടമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിഞ്ഞു. തലനരച്ച തൊഴിലാളികളെ കാശൊന്നും വേണ്ട, പിന്നെ വാങ്ങിച്ചോളാം. നവീകരിക്കാനും അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാനും തൊഴിലാളിമാർ മുന്നോട്ട് വന്നേ മതിയാകും. മിനിമം ബോണസ് അനുവദിക്കാൻ മടിക്കുന്ന മുതലാളിമാരുടെ കണ്ടുറപ്പിക്കാൻ നാം സമരം നടത്തുക തന്നെ വേണം. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം, ഇതായിരിക്കും നമ്മുടെ മുദ്രാവാക്യം. സംഘടിത തൊഴിലാളി വർഗത്തിനെതിരെ നേരെ വിരിമാറ് കാട്ടാൻ തന്നെയടമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിഞ്ഞു. തലനരച്ച മുതലാളിത്തമേ ഇനി നിനക്ക് രക്ഷയില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കാനും അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാനും അല്ല, ഇത് എത്ര നേരമായി ഇരുത്തം തുടങ്ങിയിട്ട്? അയ്യേ, ഇവിടെ വരുന്ന പൂവാലന്മാർക്കെല്ലാം ഒരുപോലത്തെ ചിരിയ. എന്താ ഈ നോക്കുന്നത്? എന്നെ ഉരിച്ചു നോക്കണം? അത് വേണ്ട, ഇങ്ങനെ കണ്ടാ മതി. ആഹാ, നോട്ടത്തിലെ എല്ലാം മതിയാക്കാമെന്നോ? ഏയ്, ചക്കാത്തിനോ? എണീക്കടോ, എണീക്കാൻ. അയ്യോ അല്ല, എന്റെ കയ്യിൽ കാശെല്ലാം ഉണ്ട്. ഏയ്, എണ്ണുന്നു, ഇങ്ങോട്ടിട്. ആരാ? എടോ, ഞാൻ പണം അടച്ചിരിക്കുക. തൽക്കാലം പറ്റത്തില്ലോ സാറേ. ഒരു 2 മണിക്കൂർ എനിക്ക് ഇവിടെ ഇരുന്നേ പറ്റൂ. എടോ എടോ, എന്റെ വയറ്റ് തടിക്കാൻ വന്നിരിക്കാണോ? ഇത് കേസ് മറ്റേതാണല്ലേ? താൻ ഇവിടത്തുകാരനല്ല അല്ലേ? വല്ല മോഷണമോ കൊലപാതകമോ നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഒളിക്കാണോ? ഇറങ്ങി പുറത്തു പോകുന്നുണ്ടോ അതോ പോലീസിനെ വെച്ചണോ? പോലീസോ? ഇവിടെയോ? ഇത് കണ്ടോ? ഒരുത്തനെ ഇപ്പം സൂപ്പാക്കിയതേ ഉള്ളൂ. താന് താങ്ങോ? തന്തയ്ക്ക് പോകാത്തവനെ. എടോ, തന്തയ്ക്ക് പറഞ്ഞോണ്ട് പോന്നു, വെറുതെ നിൽക്കുന്നു. നാണമില്ലേ തനിക്ക്? ഇല്ല, ഞാനതാണല്ലോ. ആ മോന്ത കണ്ടില്ലേ? കേറി വന്നിരിക്കുന്നു, നാളെ വൈക്കോല് കയറി കിടക്കുന്ന മാതിരി. എന്റെ പഴപ്പ് മുട്ടിക്കാൻ. നിർത്ത്. ഈ 2 മണിക്കൂറിൽ നീ എന്തോ സമ്പാദിക്കും? എന്താ നിന്റെ റേറ്റ്? 300. 300? ഒരു 0 എടുത്ത് മാറ്റിക്കോ. അത് പറ.
എന്നാ 50 ഉണ്ട്. ഇതൊന്നും വേണ്ട, ഞാനതൊന്നുമില്ല. വെറുതെ അവിടെ ഇരുന്നാ മതി. 2 മണിക്കൂർ കഴിയുമ്പം ഞാൻ വന്ന വഴിയെ പോയിക്കോളാം. എന്തിനു ഞാൻ ചുമച്ച് ചാകാൻ പോകുന്നേ? ഇവിടെ വരുന്ന ചില മഹാന്മാര് പണം മാത്രമാണോ തന്നിട്ട് പോകുന്നത്? മാലതി, ഇതെന്താ 20 വീണ്ടും പിരിച്ചത് പോകരുതിട്ട്? എടോ, എന്റെ തൊഴില് മാനം വിറ്റ് ജീവിക്കുന്നതാണ്. പക്ഷേ ദാനത്തിന് ഞാൻ കൈ നീട്ടാറില്ല. താൻ കൊണ്ടുപോണോ തന്റെ കാശ്? കൊണ്ടുപോയി തടിയൊക്കെ നന്നാക്കിട്ട് വാ. എടോ വേ, തന്റെ തൊഴിലെന്താ? എന്റെ ജോലിയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. ഒരു വിരല് വെട്ടണമെങ്കിൽ 30 രൂപ, ഒരു കൈ വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ 300 രൂപ, ഒരു കാല് വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ, ഒരാളിനെ വെട്ടണമെങ്കിൽ കണക്കൂട്ടിക്കാം. ഞാൻ പോകുന്നു. ആ പോലീസുകാരൻ ചങ്കരപ്പിള്ള വന്നിരുന്നു. അയാളെ ഞാൻ കണ്ടതാണല്ലോ. എന്താ കാര്യം? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ? ഇന്ന് എത്രയാ തീയതി? 27. അയാളെ ഞാൻ പിന്നെ കണ്ടോളാം. ശാന്തമ്മ കോളേജിൽ പോയോ? അച്ഛനിന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പോകുന്നുണ്ടല്ലോ മോളെ. എന്താ കാര്യം? അച്ഛാ, എന്റെ കൂട്ടുകാരികൾക്ക് ലെതർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അവിടെയാണ് ജോലി, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന്. വേണ്ട മോളെ, അവിടെ എല്ലാം വൃത്തികേടാണ്. നീ അവിടെ അങ്ങ് വരാൻ പാടില്ല. എന്നാ ശരി, ഒരു 10 രൂപ ഉണ്ടെങ്കിൽ താച്ചാ. 10 രൂപയോ? ആ 10 രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് പാടുപെടുന്നുണ്ടെന്ന് നിനക്കറിയാം. എത്ര പേരെ തൊഴണം, എത്ര പേരെ. മര്യാദയ്ക്ക് നീ കോളേജിൽ പോകുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഉദ്യോഗം എന്താണെന്ന് മോളുടെ അടുത്തുനിന്ന് എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും? എന്റെ മരണം വരെ. എന്റെ കർമ്മദോഷം. ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി. അവിടെ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ മകളെ പഠിപ്പിച്ച് നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ ഈ ഉദ്യോഗമല്ല, എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്.